അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പ്രപഞ്ചസൃഷ്ടാവായ റബ്ബേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് ഉയർച്ചയും ബർക്കത്തും നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല മഹത്താക്കപ്പെട്ട ഒരു ഇസ്മിനെയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു നാമത്തെയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം പെട്ടെന്ന് ശരിയാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് സാധിക്കാനുള്ള ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിനോട് ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ റഹ്മാനായ അല്ലാഹു ഉത്തരം തരുന്ന മഹത്തായ ഒരു ദിക്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നബിയനാ റസൂലുള്ളാഹി അത്ര മഹത്തായ ഒരു ദിക്റിനെയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന ഇസ്മ ഞാൻ ചൊല്ലിയാൽ ഉറപ്പായും എൻ്റെ റബ്ബ് എനിക്ക് തരും, എൻ്റെ അല്ലാഹു എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി തരുമെന്നുള്ള വിശ്വാസത്തോടെ ഇഖ്ലാസോടെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. കാരണം അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമത്തെ മുൻനിർത്തിയാണ് നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്. റബ്ബ് തന്നാൽ അവന്റെ ഖജനാവിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകില്ലല്ലോ. അല്ലാഹു വിശാലത ചെയ്യുന്നവനാണ്, കരുണയുള്ളവനാണ്. ചോദിക്കുമ്പോൾ വളരെ താഴ്മയോടെ വിനയത്തോടെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക. പരസ്പര സ്നേഹമുണ്ടാകാനും സമാധാനമുണ്ടാകാനും സന്തോഷങ്ങൾ വരാനുമുള്ള ഒരു നല്ല ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണ്, സ്നേഹമില്ല. അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹത്തിലല്ല. അങ്ങനെ നമ്മളുടെ സ്നേഹങ്ങൾ തമ്മിൽ വർദ്ധിക്കാനുള്ള ഒരു ഇസ്മ. ഇത് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, ഹറാമായതിനു വേണ്ടി ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കല്ല. അല്ലാഹു നമുക്ക് കനിഞ്ഞരുളുകിയ ബന്ധങ്ങൾ ഉണ്ടാകും. അവരുടെ പിണക്കങ്ങളൊക്കെ മാറി നല്ല സ്നേഹത്തിലൂടെ കഴിയാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുക. എല്ലാ ദിവസവും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മൾ ചെയ്യുക. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് യാ വദൂദ് യാ അല്ലാഹ്, 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 യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ 313 പ്രാവശ്യം ചൊല്ലി വെള്ളത്തിൽ മന്ത്രിക്കുക. അടുത്തുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ ഭാര്യമാർ അല്ലെങ്കിൽ പുരുഷൻ അടുത്തുണ്ട് എങ്കിൽ അതെല്ലാം മാറി നിങ്ങളെ സ്നേഹിക്കും. അതല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കേണ്ടവർ നമ്മുടെ അടുത്തില്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം അതിനും പറ്റിയില്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു സമയം 1000 തവണ യാ വദൂദ് യാ അല്ലാഹ്, 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 യാ വദൂദ് യാ അല്ലാഹ് ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ചൊല്ലി തീർത്താൽ മതി. ഇങ്ങനെ കണക്ക് വെച്ച് ചൊല്ലി തീർത്തിട്ട് നിങ്ങൾ ആരാണ് ഇഷ്ടം വെക്കേണ്ടത് അവരെ മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുമ്മ ഇജ്അൽ മുഹബ്ബത, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ഇജ്അൽ മുഹബ്ബത. ആരെ പേരാണോ നമ്മൾ ചേർക്കണം. ഉദാഹരണത്തിൽ സയ്യിദ്, അല്ലാഹുമ്മ ഇജ്അൽ മുഹബ്ബത സയ്യിദ ഇലയ്യ എന്ന് പറയണം. അല്ലാഹുമ്മ ഇജ്അൽ മുഹബ്ബത. ഇനി സൈനബ ആണെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽ മുഹബ്ബത സൈനബ ഇലയ്യ. നമ്മെ ആരാണ് സ്നേഹിക്കേണ്ടത് അവരുടെ പേരെടുത്ത് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാൻ ഈ ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് സ്നേഹബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചു തരണേ അല്ലാഹ്. അവൻ നമ്മോട് അടുക്കാനും സ്നേഹബന്ധങ്ങൾ നിലനിർത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇസ്മിനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അമൽ ചെയ്യുക.
അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനികളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം പെട്ടെന്ന് ശരിയാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം സാധിക്കേണ്ടതുണ്ടെങ്കിലും ഈ ദിക്ർ പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി യാ ഹയ്യു യാ ഖയ്യൂം ഈ ദിക്ർ 313 ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. പൊട്ടിയ വേറുമായി ആയുധബലങ്ങളോ ആൽബലമോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ദിക്ർ പറഞ്ഞിട്ടാണ് മഹാരഥന്മാരായ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങിയത്. മുഅ്മിനീങ്ങളെ, ഈ ദിക്റിലൂടെയാണ് അവർ വലിയ വിജയം കണ്ടെത്തിയത്. ആയുധബലങ്ങളിലായിരുന്നു അവർ ആ മഹത്തുക്കളായ ബദരീങ്ങൾ രണാങ്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആയുധബലമില്ലായിരുന്നു, ആൾബലമില്ലായിരുന്നു. അവർ ചൊല്ലിയ ദിക്റാണ് യാ ഹയ്യ യാ ഖയ്യൂം യാ ഹയ്യ യാ ഖയ്യൂം യാ ഹയ്യ യാ ഖയ്യൂം യാ ഹയ്യ യാ ഖയ്യൂം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പല വശങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വേദനകളുള്ള ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് ഒരു 313 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യുന്നതാണ്. രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പരാജയങ്ങൾ സംഭവിച്ചവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ മക്കളില്ലാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമങ്ങൾ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മന്നാനായ റബ്ബ് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ മഹാനായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബേ, നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ അതിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് അല്ലാഹുവേ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഖൈറുകൾ നമ്മളിലേക്ക് വന്നു ചേരാനും ശർറുകളെല്ലാം നീങ്ങിപ്പോകാനും ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതിന്റെയും സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബർ വർദ്ധിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ വീഡിയോകൾ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരിൽ പലരും രോഗികളാണ് അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ അല്ലാഹുവേ. റബ്ബേ, ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, നീ ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും വാടക വീടുകളിൽ കിടക്കുന്നവരാണ്, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ കടകൾ വീടാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ പടച്ചവനെ. ഖൈറുകളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, നീ മക്കളെ നൽകണേ അല്ലാഹ്. ഭവനങ്ങളില്ലാത്തവരുണ്ട് റബ്ബേ, ഭവനങ്ങൾ നൽകണേ പടച്ചവനെ അല്ലാഹുവേ.
ഞങ്ങളെ മജ്‌ലിസുകളിൽ ഞങ്ങളുടെ സദസ്സുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ ആ രോഗമുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നല്ല ബുദ്ധി ഓർമ്മ നൽകണേ അല്ലാഹ്. നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാഹ്. നല്ല കൂർമ്മ ബുദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വേദനകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അക്രമങ്ങളെ തൊട്ടുമെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ അല്ലാഹുവേ അവരെല്ലാം നീ കാക്കണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്കുമെല്ലാം സർവ്വ അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.